നേരത്തെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഒരു വ്യവസായിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ SITക്ക് മുൻപിൽ മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യവസായിയുടെ മൊഴിയിൽ നിന്നാണ് ഡി മണി അല്ലെങ്കിൽ ബാലമുരുകൻ എന്ന ഡിണ്ടിഗൽ സ്വദേശിയായ ഒരു സ്വർണ്ണക്കടത്ത് ഇടപാടുകാരനെ സംബന്ധിച്ചുള്ള സൂചനകൾ SITക്ക് ലഭിക്കുന്നതും ആദ്യഘട്ട ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രാഥമികമായി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായി അത് SIT രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഈ വ്യവസായിയുടെ മൊഴി അനുസരിച്ച് ശബരിമലയിൽ നിന്നും 1000 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇത് SIT നിലവിൽ സ്ഥിരീകരിക്കുന്നില്ല. 4 പഞ്ചലോഹ വിഗ്രഹങ്ങളാണ് ശബരിമലയിൽ നിന്ന് കടത്തിയത്. ഒപ്പം തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോലും ഈ രീതിയിൽ സ്വർണം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വലിയ വസ്തുക്കൾ, അമൂല്യമായ വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നടന്നു. സൗദി ബന്ധമുള്ള ഒരു വിഗ്രഹക്കടത്ത് സംഘം, അതായത് മറ്റ് രാഷ്ട്രത്തിലുള്ള ചില ഉന്നതരുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇടപാടുകൾ നടന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നിലവിൽ ഡിണ്ടിഗൽ, ചെന്നൈ തുടങ്ങിയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് SIT ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 2 അന്വേഷണ സംഘത്തെ നിലവിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ നടക്കുകയാണ്. നിലവിൽ ഈ ഡിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ബാലമുരുകൻ അല്ലെങ്കിൽ ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ഇപ്പോഴിതാ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസിനെയും N വിജയകുമാറിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? 2 തവണ ചോദ്യം ചെയ്ത് വിട്ടയക്കാനുള്ള സാഹചര്യം എന്താണ്? അന്ന് 2019 സ്വർണ്ണപ്പാളികൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം കൊടുത്തുവിടുന്ന സമയത്ത് അന്ന് ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ സാങ്കേതികമായി ഇവർ കുറ്റവാളികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട്. അറസ്റ്റ് ഭയന്നുകൊണ്ടാണ് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെ നിലവിൽ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് KP ശങ്കരദാസും വിജയകുമാറും എത്തിയിരിക്കുന്നത്.